ടൂറിസ്റ്റുകളെയും ജോലി അന്വേഷിക്കുന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന മനോഹരമായ ഒരു ഏഷ്യൻ രാജ്യമാണ് ജോർജിയ. നിമ്നോന്നതമായ ഭൂപ്രദേശവും നിമ്നോന്നതമായ ഒരു തലസ്ഥാന നഗരിയും ജോർജിയയെ വളരെ ആകർഷണീയമാക്കി മാറ്റിയിരിക്കുന്നു. യൂറോപ്യൻ വംശജരായ ജോർജിയയിലെ ജനങ്ങൾ ആധുനികരും പരിഷ്കാരികളുമാണ്. ഏഷ്യയുടെ വടക്ക് ഭാഗത്ത് കൊക്കേഷ്യൻ പ്രദേശത്ത് 3 രാജ്യങ്ങളാണുള്ളത്. അസർബൈജാൻ, ആർമേനിയ, ജോർജിയ എന്നിവയാണ് ഈ 3 രാജ്യങ്ങൾ. ഈ പ്രദേശം പണ്ട് വെള്ളക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവരുടെ പേരക്കുട്ടികളാണ് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും താമസിക്കുന്നത്. അതുകൊണ്ട് വെള്ളക്കാരെ ഇംഗ്ലീഷ് ഭാഷയിൽ കൊക്കേഷ്യൻ വംശജർ എന്ന് പറയാറുണ്ട്. ജോർജിയയിലെയും അസർബൈജാനിലെയും ആർമേനിയയിലും ജനങ്ങൾക്ക് യൂറോപ്യൻ സംസ്കാരം ഉണ്ടാവാൻ കാരണം അവർ യഥാർത്ഥ യൂറോപ്യൻസ് ആയതുകൊണ്ടാണ്. എങ്കിലും ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ജോർജിയയ്ക്ക് യൂറോപ്യൻ യൂണിയനിൽ ചേരുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ദൈനംദിന ജീവിതം യൂറോപ്യൻ ശൈലിയിലാണ്. എന്ന് മാത്രമല്ല, അവർ ബിസിനസ് പരമായും വിദ്യാഭ്യാസപരമായും യൂറോപ്പുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഏഷ്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സങ്കേതമായി ജോർജിയ മാറുവാൻ കാരണം. ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകളും റെസ്റ്റോറൻറ്റുകളും ജോർജിയയെ ഏറ്റവും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു. ഒരു വർഷം 90 ലക്ഷം ടൂറിസ്റ്റുകൾ ജോർജിയ കാണാൻ വരുന്നു. ഇന്ത്യയുടെ 2 ഇരട്ടി ആളോഹരി വരുമാനമുള്ള ജോർജിയ ജോലി കിട്ടാൻ എളുപ്പമുള്ള ഒരു രാജ്യമാണ്. വിസ കിട്ടുവാനും വളരെ എളുപ്പമാണ്. ഏഷ്യയിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന സാമ്പത്തിക മേഖലയാണ് ജോർജിയയിലുള്ളത്. ഒരു വർഷം 12% എന്ന അതിശയിപ്പിക്കുന്ന നിരക്കിലാണ് ജോർജിയയുടെ സാമ്പത്തിക മേഖല വളരുന്നത്. പണ്ട് റഷ്യയുടെ ഒരു സംസ്ഥാനമായിരുന്നു ജോർജിയ. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം റഷ്യയുമായി അകലുകയും അമേരിക്കയുമായി അടുക്കുകയും ചെയ്തു. റഷ്യ ഏത് സമയവും ജോർജിയ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുമായും യൂറോപ്പുമായും അടുത്ത ബന്ധം പുലർത്തുവാൻ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ജോർജിയയെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരുവാൻ യൂറോപ്പും അമേരിക്കയും നല്ല താല്പര്യം കാണിക്കുന്നുണ്ട്. അയിരുകളും വാഹനങ്ങളും ഫെർട്ടിലൈസേഴ്സും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ബിസിനസ് ചെയ്യുവാൻ ഏറ്റവും എളുപ്പമുള്ള ലോകത്തിലെ 6ാമത്തെ രാജ്യമായി വേൾഡ് ബാങ്ക് ജോർജിയയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വേൾഡ് ബാങ്കിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ 6ാം സ്ഥാനം കിട്ടിയത് ജോർജിയയ്ക്ക് ഒരു വമ്പിച്ച നേട്ടമായി. ന്യൂസിലാൻഡും സിംഗപ്പൂരും ഹോങ്കോങ്ങും ഡെൻമാർക്കും ദക്ഷിണ കൊറിയയുമാണ് ഈ ലിസ്റ്റിൽ ആദ്യത്തെ 5 സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത്. ഇന്ത്യക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 63ാം സ്ഥാനമുണ്ട്. ഇന്ത്യയിൽ ഒരു വിദേശ നിക്ഷേപകൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നാൽ 2-3 മാസം അനേകം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയും എണ്ണിയാൽ തീരാത്ത ആപ്ലിക്കേഷൻ ഫോമുകൾ പൂരിപ്പിക്കുകയും ചെയ്യേണ്ടി വരും. എന്നാൽ സിംഗപ്പൂരിലും ജോർജിയയിലുമൊക്കെ ഒരു ബിസിനസ്സുകാരൻ രാവിലെ 10 മണിക്ക് എത്തിച്ചേർന്നാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ ഹോട്ടൽ മുറിയിൽ ചെന്ന് കാണുകയും ബിസിനസ് തുടങ്ങാനുള്ള കോൺട്രാക്റ്റ് ഒപ്പിടാൻ നൽകുകയും ചെയ്യും. 1 മണിക്കൂർ കഴിയുമ്പോൾ ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ഉച്ചയ്ക്ക് 2 മണിയോടെ ബാങ്ക് അക്കൗണ്ടിൽ ലാഭം എത്താൻ തുടങ്ങുകയും ചെയ്യും. ഫാക്ടറിയുടെ നടത്തിപ്പ് ഒരു മാനേജറെ ഏൽപ്പിച്ച് വൈകുന്നേരത്തെ വിമാനത്തിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. ഈ കാരണം കൊണ്ടാണ് ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, ഹോങ്കോങ്, ഡെൻമാർക്ക്, ദക്ഷിണ കൊറിയ, ജോർജിയ എന്നീ രാജ്യങ്ങൾ അസാധാരണമായ വളർച്ച കൈവരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും വമ്പിച്ച പുരോഗതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് ജോർജിയ. അസർബൈജാനിലേക്ക് ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കിയതുകൊണ്ട് സാമ്പത്തിക മേഖലയ്ക്ക് വമ്പിച്ച ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഗ്യാസ് പൈപ്പ് ലൈനും ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂടുകാലത്ത് 24 ഡിഗ്രി വരെ മാത്രമേ ജോർജിയയിൽ ടെമ്പറേച്ചർ ഉയരുകയുള്ളൂ. തണുപ്പ് കാലത്ത് 0 ഡിഗ്രിയിൽ താഴോട്ട് പോകാറില്ല. അതുകൊണ്ട് കൊല്ലം മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു രാജ്യമായി ജോർജിയ കണക്കാക്കപ്പെടുന്നു. ക്രിസ്ത്യൻ രാജ്യമായ ജോർജിയയിൽ മനോഹരമായ പൗരാണികമായ അനേകം ക്രിസ്ത്യൻ പള്ളികളും കത്തീഡ്രലുകളും ഉണ്ട്. 11% മുസ്ലിങ്ങളും ഇവിടെ താമസിക്കുന്നു. ധാരാളം മനോഹരമായ മുസ്ലിം പള്ളികൾ ജോർജിയയിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ജോർജിയയിലെ മുസ്ലിം പള്ളികൾക്ക് തുർക്കിയുടെ ധനസഹായവും ലഭിക്കുന്നുണ്ട്. അഴിമതിയില്ലാത്ത ഒരു രാജ്യമായി ജോർജിയ അറിയപ്പെടുന്നു. ഈ പ്രദേശത്തുള്ള മറ്റു രാജ്യങ്ങൾ അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ്. അസർബൈജാനിലും ആർമേനിയയിലും ഉയർന്ന അഴിമതിയുള്ളപ്പോൾ ജോർജിയ ഒരു ക്ലീൻ സൊസൈറ്റിയായി നിലകൊള്ളുന്നു. 26,000 നദികളുള്ള ജോർജിയ ഒരു ഇലക്ട്രിസിറ്റി സൂപ്പർ പവറായി അറിയപ്പെടുന്നു.
ഇപ്പോൾ തന്നെ വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നുണ്ട്. ധാരാളം ക്രൂഡ് ഓയിലും ഇവിടെയുണ്ട്. എങ്കിലും കാർഷിക മേഖലക്കാണ് ഇപ്പോഴും പ്രാധാന്യം കൂടുതൽ. 51% ആളുകളും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നു. ചായത്തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളുമുണ്ട്. ധാരാളം വൈൻ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസി പ്രയാസമുള്ള സ്പെല്ലിംഗുള്ള മനോഹരമായ ഒരു പട്ടണമാണ്. ജോർജിയയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ ടിബിലിസി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. എന്നാൽ ജോർജിയ എന്ന് സെർച്ച് ചെയ്താൽ അമേരിക്കയുടെ സംസ്ഥാനമായ ജോർജിയയുടെ വിവരങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. മനോഹരമായ ഒരു ഓൾഡ് ടൗൺ ടിബിലിസി നഗരത്തിലുണ്ട്. നഗരത്തിൻ്റെ ഉള്ളിലും ചുറ്റുഭാഗത്തുമായി അനേകം കോട്ടകളുണ്ട്. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും പുതിയൊരു കോട്ട കാണാൻ സാധിക്കുന്ന രാജ്യമായി ജോർജിയ അറിയപ്പെടുന്നു. 15 ലക്ഷം ജനങ്ങൾ ടിബിലിസി നഗരത്തിൽ താമസിക്കുന്നു. ജനാധിപത്യവും പത്രസ്വാതന്ത്ര്യവും സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകളുമുള്ള ഒരു ആധുനിക രാജ്യമാണ് ജോർജിയ. ജോർജിയയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി 31 വയസ്സുകാരനായ ഇറാക്ലി ഗാരിബാഷ്വിലിയാണ്. ജോർജിയൻ ഡ്രീം പാർട്ടിയുടെ നേതാവാണ് ഇറാക്കി ഗാരിബാഷ്വിലി. പ്രധാനമന്ത്രിയായതിനു ശേഷം അമേരിക്ക സന്ദർശിക്കുവാനും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ ജോർജിയയിലേക്ക് കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ റഷ്യ സന്ദർശിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ജോർജിയയുടെ ചില ഭാഗങ്ങൾ റഷ്യ പിടിച്ചെടുക്കുകയും കൂടുതൽ ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ടിബിലിസി നഗരത്തിലെ സൾഫർ ബാത്തുകൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ടൂറിസ്റ്റുകൾക്ക് മാസാജ് സൗകര്യവും ഇത്തരം കുളിപ്പുരകളിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ ടിബിലിസിയുടെ പ്രാന്തപ്രദേശത്ത് ടർട്ടിൽ ലേക്ക് ബോട്ടിംഗ് ഫെസിലിറ്റിയുള്ള മനോഹരമായ ഒരു തടാകമാണ്. മികച്ച റെസ്റ്റോറൻറ്റുകളും ടിബിലിസി നഗരത്തെ അലങ്കരിക്കുന്നു. ഫാമിലി കിച്ചൺ റെസ്റ്റോറൻറ്റ് ചിലവ് ചുരുങ്ങിയ ക്യാൻറ്റീൻ ശൈലിയിലുള്ള ഒരു ഫെസിലിറ്റിയാണ്. കഫേ ഗാബ്രിയാസെ പപ്പറ്റ് തിയേറ്ററിൻ്റെ അടുത്താണ്. ബൊഹീമിയൻ ശൈലിയിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ. കഫേ ഫ്ലവേഴ്സ് യൂറോപ്പ സ്ക്വയറിൻ്റെ അടുത്താണ്. ഇവിടെയുള്ള ടെറസിലിരുന്നാൽ നഗരത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാൻ പറ്റും. കഫേ ലൈല വെജിറ്റേറിയൻ വിഭവങ്ങളാണ് നൽകുന്നത്. ഔട്ട്ഡോർ സീറ്റിംഗും ഇവിടെയുണ്ട്. പിക്കാസോ റെസ്റ്റോറൻറ്റ് ചൈനീസ് ഭക്ഷണമാണ് നൽകുന്നത്. പിയാനോ റെസ്റ്റോറൻറ്റ് ഇറ്റാലിയൻ ഭക്ഷണം നൽകുന്നു. കാലിബാൻ കോഫി ഷോപ്പ് ഒരു ബുക്ക് സ്റ്റാളിൻ്റെ അകത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ബുദ്ധിജീവികളും താടിക്കാരും ഇവിടെയാണ് കാപ്പി കുടിക്കുന്നത്. നിന്നിയാസ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് മനോഹരമായൊരു പൂന്തോട്ടത്തിൻ്റെ നടുവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.